നടന്ന നീക്കം ഈ പരമ്പരയിലെ അവസാനത്തേതാണ്. കേരളത്തിലെ നിയമസഭ കഴിഞ്ഞ ഒരാഴ്ചയായി ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. രാജ്യത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ അടക്കം ഒരു എതിർപ്പും കൂടാതെ ചർച്ചയില്ലാതെ പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ജനവിരുദ്ധ പദ്ധതികളും ഒറ്റവരി പ്രമേയത്തിലൂടെ UDF സർക്കാർ മറ്റൊരു വഴിയിലൂടെ പാസാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ സ്തംഭനത്തിന് ഒരു പരിഹാരമുണ്ടാകണം. നിയമസഭ അടക്കമുള്ള വേദികൾ ജനങ്ങളുടെ സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മാറി വരേണ്ടതുണ്ട്. ആ സ്തംഭനത്തിന് പരിഹാരം ഒറ്റ വഴിയേ ഉള്ളൂ. ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗവർണർ നിഖിൽ കുമാറിനെ പോയി കണ്ട് ഒറ്റ വരിയിൽ തന്റെ രാജി സമർപ്പിച്ച് കേരളത്തിന്റെ അധികാര സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോവുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് അദ്ദേഹം അറിയണം. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണത്തെ നേരിടാൻ ഉമ്മൻചാണ്ടി സന്നദ്ധനാകണം. താനൊരു കുറ്റവും ചെയ്തിട്ടില്ല, അങ്ങേയറ്റത്തെ തെളിമയോടുകൂടിയാണ്, വിശുദ്ധിയോടുകൂടിയാണ് ഞാൻ അധികാരം കൈകാര്യം ചെയ്യുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം ശരിയാണെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് സന്നദ്ധനാകാൻ എന്തിന് ഉമ്മൻചാണ്ടി ഭയക്കുന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഉമ്മൻചാണ്ടി അന്വേഷണത്തെ ഭയക്കുന്നു എന്നതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. അന്വേഷണം വസ്തുതാപരമായ ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് മുഖ്യമന്ത്രി വിധേയനായാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ട് നടന്ന സോളാർ പാനൽ അഴിമതിയിൽ തന്റെയും തന്റെ കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫിന്റെയും പങ്ക് വെളിച്ചത്ത് വരും. അതേ അന്നേ ദിവസം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് ഉമ്മൻചാണ്ടി എന്ന നേതാവ് എന്നേക്കുമായി ഇല്ലാതാകുമെന്ന പേടികൊണ്ടാണ് ഉമ്മൻചാണ്ടി അന്വേഷണത്തെ ഭയന്ന് മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. ഇത് കേരളത്തിന് അനുവദിക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് അങ്ങേയറ്റം സുതാര്യമാണെന്നാണ് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടതല്ലേ എന്റെ കസേരയിൽ, ഞാനിരിക്കുന്ന കസേരയിൽ ഒരു മാനസിക രോഗി കയറിയിരിക്കുന്ന ചിത്രം വെബ് ക്യാമിലൂടെ ലോകം മുഴുവൻ കണ്ടതല്ലേ, അത്രയും സുതാര്യമാണ് എന്റെ ഓഫീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാനസിക രോഗികൾക്ക് ഈ രാജ്യത്ത് മതിയായ ചികിത്സ നൽകാൻ സർക്കാർ സംവിധാനം ഒരുക്കുകയാണ് വേണ്ടത്. അതിനു പകരം രാജ്യത്ത് എത്തും ഗതിയുമില്ലാത്ത ആളുകളെ മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചിരുത്തുന്നത് സുതാര്യതയുടെ ലക്ഷണമായി ഉമ്മൻചാണ്ടി കാണുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് എന്തോ തകരാറുണ്ടെന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റൊരു വസ്തുതയും മനസ്സിലാവുകയില്ല. മുഖ്യമന്ത്രി ഇരിക്കേണ്ടിടത്തിരിക്കണം. മുഖ്യമന്ത്രിക്ക് അതീവ സുരക്ഷാ സൗകര്യം ഒരുക്കുന്ന ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണോ ഉമ്മൻചാണ്ടി കേരളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും കയറി ചെല്ലാമെന്നൊരു കെട്ടുകഥ മാത്രമല്ലേ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കടന്നു പോകുന്ന ഓരോരുത്തരെയും അതീവ സുരക്ഷാ ജാലകത്തിലൂടെയാണ് കടത്തിവിടുന്നത്. മുഴുവൻ പേരുടെയും ചിത്രങ്ങളടക്കം വെബ് ക്യാമിലൂടെ പകർത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിന്റെ അതീവ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ മഫ്തിയിലടക്കം അവിടെ കാവൽ കിടക്കുകയാണ്. ഇത്തരം ഒരു സുരക്ഷാ സൗകര്യമുള്ള സ്ഥലത്ത് സരിതാ നായരും ബിജു രാധാകൃഷ്ണനും കടന്നപ്പോഴാണ് മുഖ്യമന്ത്രി ഇല്ലാത്ത സുതാര്യത പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. കള്ളന്മാർക്ക് കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ വാദം തുറക്കുന്നത് എന്നാണ് കേരളം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല. സാധാരണക്കാരൻ പാസ് എടുക്കണം, ക്യൂ നിൽക്കണം, പോലീസിന്റെ ദേഹപരിശോധന നടക്കണം. എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെന്നാൽ ദ്വാരകൾക്കപ്പുറം ഇരുന്ന്
നല്ല മുഖ്യൻ. പക്ഷേ നോക്കൂ, നിയമസഭയിൽ ചോദ്യം ചോദിക്കുമ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടെലിഫോൺ ഉപയോഗിച്ചതിന് ബില്ലടച്ചതാരാ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഏത് ഫോണിനാ ഉമ്മൻചാണ്ടി ഈ ബില്ലടച്ചത്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞില്ല. ഫോൺ ഉപയോഗിക്കാത്തത് കൊണ്ട് ബില്ല് കുറഞ്ഞില്ല. ആകെ കുറഞ്ഞത് 1100 രൂപ മാത്രമാ, വേറൊന്നും കുറഞ്ഞില്ല. മുഴുവൻ ഫോണിൽ നിന്നും വിളിയോട് വിളിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഫോണില്ല എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഴുവൻ ഫോണും മുഖ്യമന്ത്രി ഉപയോഗിച്ചു എന്ന ആരോപണം ഉന്നയിച്ചാൽ മറിച്ച് തെളിയിക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിക്കുന്നത് വരെ അധികാര കസേരയിൽ തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ല. അതുകൊണ്ടാണ് ഇറങ്ങിപ്പോകണമെന്ന് ഞങ്ങൾ പറയുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി എന്താ ഫോൺ ഉപയോഗിച്ചതെന്ന് തെളിയിക്കട്ടെ. തിരിച്ചല്ല, ഞങ്ങൾ അങ്ങോട്ടല്ലല്ലോ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഞാൻ വിളിച്ചെന്ന് നിങ്ങൾ തെളിയിക്കുന്ന. ഞങ്ങൾ തിരിച്ചു ഉമ്മൻചാണ്ടിയോട് ചോദിക്കുക, ഉമ്മൻചാണ്ടി അല്ല വിളിച്ചതെന്ന് തെളിയിക്കുന്നത് വരെ താങ്കൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ അധികാരമില്ല. കാരണം താങ്കൾക്ക് സ്വന്തമായി ഫോണില്ല. ഉള്ളതൊന്ന് ജിക്കു, മറ്റൊന്ന് ജോപ്പൻ, വേറൊന്ന് ഡൽഹിയിലെത്തുമ്പോൾ കുരുവിട. ഈ ആളുകളുടെ കയ്യിലാ ഫോണ്. ഉമ്മൻചാണ്ടിക്ക് എന്താ? ചില ആളുകൾക്ക് ഫോൺ തൊട്ടാൽ ഉമ്മൻചാണ്ടിക്ക് എന്തോ സംഭവിക്കുന്നത്